ഗായ്സ് വെൽക്കം ബാക്ക് ടു ബോബൺ ബോണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഒരാഴ്ച ഗ്യാപ്പ് വന്നു. നമ്മൾ ചെറിയ കുറച്ച് തിരക്കുകളിലൊക്കെ പെട്ടിട്ട് അങ്ങനെ വീടാനായിട്ട് പറ്റിയില്ല. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ആണ്, സിക്കാണ് എല്ലാവരും സിക്കടിച്ച് നടക്കുകയാണ്. സിക്ക് തന്നെ ചുമ, എൻ്റെ അളിയ ചുമ ചൂപ്പാട് ഇളകി മനുഷ്യൻ്റെ ചാവാനായി. അതായത് എന്താ പറയാ, കുറച്ച് നേരത്തെ കൂടുതൽ നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വരുമ്പോൾ ഒരു ചുമ തുടങ്ങും. ആ ചുമ കൊണ്ട് തുടങ്ങിയിട്ട് പിന്നെ അത് ഇങ്ങോട്ട് നിൽക്കണില്ല. പിന്നെ ചുമ ഛർദിയിലേക്കൊക്കെ അവസാനിക്കും. എളുപ്പമല്ല. കേരളം മൊത്തം ചുമയിലാണ്. ഡോക്ടർമാരുടെ അടുത്തൊക്കെ ഡോക്ടർ പോകുമ്പോ ഈ ഒരു ചുമ പ്രശ്നം കാരണം തന്നെ പറയുന്നുണ്ട്. വൈറൽ ഫീവേഴ്സ് ആയിട്ട് നമുക്ക് എനിക്ക് ഫീവർ ആയിട്ടില്ല. എനിക്കാണ് പിന്നെ ചെറുതായിട്ട് ഫീവർ അടിച്ചിട്ട് വന്നത്. എല്ലാരും സിക്കായി. ആദ്യം പിള്ളേര് സിക്കായി, അത് ഇവൻ സിക്കായി, ഞാൻ സിക്കായി, എല്ലാരും മാറി 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 തെറിച്ച് ആകെ ബോഡിയൊക്കെ കുഴഞ്ഞു മണഞ്ഞു പോവാണ്. ഒന്ന് എണീക്കാനായിരിക്കും, ഒന്നും ഇരിക്കാനൊന്നുമില്ല, ഒന്ന് കിടന്നാ മതി, എവിടെയെങ്കിലും നസ്തവിച്ചാൽ മതി എന്ന രീതിയിലാണ് ഇരിക്കണേ. അങ്ങനെയാണ് സിക്കടിച്ച വിശേഷങ്ങള്. വീട്ടിലെല്ലാരും ഒരേപോലെ സിക്കടിച്ചിട്ടിരിക്കണേ. എല്ലാരും ഓരോ മൂലക്ക് ഇരിക്കുന്നുണ്ട്. ഇതിന് ഇൻഹേലർ നോക്കി പിടിച്ചിട്ട്. ഇൻഹേലറൊന്നും പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തോരം കാബക്കെട്ട്, അത് വേറെ. ഇപ്പോഴത്തെ ചുമ ഭയങ്കര ഇഷ്യൂ എന്ന് പറയുന്നുണ്ട്. സോ ബാക്ക് ടു ടോപ്പിക്. നമുക്ക് ഇന്നത്തെ നമ്മള് പിടിച്ചിരിക്കുന്നത് LPG മേലെയാണ്. എല്ലാരും കണ്ടറിഞ്ഞ് അനുഭവിച്ചു പോയിരുന്ന പ്രശ്നങ്ങളായിരിക്കണം LPG. അതെ, വാർ വേഴ്സസ് LPG. ജസ്റ്റ് ഒരു വാർ കോസസ് കാരണം ഇപ്പോ LPG, പെട്രോളിയം അത് മുതൽ എല്ലാത്തിലും ആവശ്യമില്ലാതെ ജനങ്ങളെ പാനിക് ആക്കുന്ന പോലെ ഉണ്ട്. അതുകൊണ്ട് ഫ്യൂവലും വാറും ഫ്യൂവലിലേക്ക് ഇതുവരെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോ ഗ്യാസിലേക്കാണ്, ഇപ്പൊ LPG-യിലേക്കാണ് കൂടുതൽ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. ആണെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഫ്യൂവലിലേക്ക് വരാൻ. പക്ഷെ ഇപ്പൊ ഇല്ല, കറന്റ് ഇപ്പൊ ഇല്ല. കാരണം ഇപ്പൊ ചെന്നൈ, കോയമ്പത്തൂർ അവിടുത്തെ വിഷ്വൽസ് ഒക്കെ കണ്ടില്ലേ, ഫ്യൂവൽസിന് വേണ്ടി അടി ഉണ്ടാക്കുന്നു, അത് കൂടുതൽ ജസ്റ്റ് ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട്. കാരണം ഫ്യൂവലിന് പിന്നെയും റിസർവ് ഉണ്ട്. 1 മന്തിനോ 2 മന്ത്സിനോ എന്തോ ഉള്ള റിസർവ് ഓൾറെഡി ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്, അതായത് ഗവൺമെന്റ്. LPG-ക്കാണ് പിന്നെയും റിസർവ് കുറവ്. കാരണം നമ്മുടെ ഇന്ത്യയിലേക്ക് 90% LPG വരുന്ന ഗൾഫ് കൺട്രീസ് ആയിരുന്നു. അതായത് സ്ഥലത്ത് മെയിൻലി ഒരു 100% കണക്കെടുക്കാനാണെങ്കിൽ 60% ആണ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത്. ആ ഇമ്പോർട്ട് ചെയ്യുന്ന 60%-ല് 90%-ഉം ഇപ്പോൾ ഗൾഫ് കൺട്രീസും മിഡിൽ ഈസ്റ്റ് കാര്യങ്ങളാണ്. പിന്നെ അത് വരുന്നത് ഈ റൂട്ട് വഴിയാണ്. ഈ എന്നിട്ട് എന്താണ് ഇതിന്റെ പേര്, ഹോർമസ് കടലിടുക്കാണല്ലോ, മീൻസ് ആ ഇറാനും കാര്യങ്ങളായിരുന്നു ആ കടൽ, അതല്ലേ ഇപ്പൊ ക്ലോസ് ചെയ്തു. സോ അത് കാരണം ട്രാൻസ്പോർട്ടേഷൻ സ്റ്റോപ്പായി എന്നാണ് പറയുന്നത്. സ്റ്റെക്കായി നിൽക്കുകയാണ്. അതിന്റെ ഒരു ഇതിലാണ്. പക്ഷെ നമുക്ക് കോമൺ പീപ്പിൾസിന് അത് ഇപ്പോഴും എഫക്റ്റ് ആയി തുടങ്ങിയിട്ടില്ല. ഇൻഡസ്ട്രിയൽ പീപ്പിൾസിനാണ്, കൊമേഴ്ഷ്യൽ യൂസുകൾക്കാണ് കൂടുതൽ. എക്സാമ്പിൾ ആണ് ഈ ഹോട്ടൽസ്, അവർക്കാണ് ഏറ്റവും. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഇപ്പൊ ന്യൂസിലൊക്കെ കാണുന്നുണ്ടാവും, ഹോട്ടലുകൾ ഭയങ്കര ഇഷ്യൂസ് ആയി തുടങ്ങി, ഹോട്ടലുകൾ വിറകടുപ്പിലേക്ക് മാറി തുടങ്ങി എന്നൊക്കെ ന്യൂസ്. കാരണം അവർക്ക് ലഭ്യത കുറഞ്ഞു തുടങ്ങി. അവർക്ക് ഇപ്പൊ നമ്മള് ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഒരു മാസം 1-2 കുറ്റി യൂസ് ചെയ്യുന്ന പോലെ അല്ല അവർക്ക് ഡെയിലി 2-3-4 കുറ്റിയൊക്കെ യൂസ് ചെയ്യണ ഹോട്ടൽസ് ഉണ്ട്. സോ അത് കാരണം അവർക്കാണ് ഇത് മെയിൻ പ്രശ്നം വരുന്നത്. പക്ഷെ നമുക്കിത് വിട്ട് കളയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വിട്ട് കളയാനും പറ്റത്തില്ല. കാരണം അടുത്തത് ഇത് കൂടുമ്പോ ഫുഡിന് വില കൂടും, സാധനങ്ങൾക്ക് വില കൂടും. ഇതൊരു സർക്കിൾ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇനിയിപ്പോ ഓട്ടോമാറ്റിക് അടുത്ത സംഭവം വിറകിന് വില കൂടുക എന്നുള്ള സംഭവമായിരിക്കും. വിറകിന് ഓൾറെഡി വിലയുണ്ട്, നല്ല വിലയുണ്ട്. വില ഉണ്ടല്ലോ. നമ്മള് പറമ്പുള്ളവർക്കൊക്കെ അല്ലേ നമ്മുടെ പറമ്പ് വെട്ടിപ്പൊളിച്ച് കൊണ്ടിടാൻ പറ്റുന്ന ഹോട്ടലുകളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ യൂസ് പറയുമ്പോ അവര് വിറക് ഇപ്പൊ വിറകിന്റെ ആവശ്യം കൂടുതലായ കാരണം ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഒരു റേറ്റ് വരും. അതൊരു എന്താ പറയാ, എന്റെ അറിവിൽ ഈ മന്തി, മദ്ഫൂസ് അങ്ങനെ ഉണ്ടാക്കുന്ന ഹോട്ടലുകൾ അവരാണ് അധികം വിറക് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഹോട്ടൽസ് മൊത്തം ഡിപ്പെൻഡിങ്സ് LPG-യിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മൊത്തം. അപ്പൊ അത് കാരണമാണ് ഇങ്ങനെ വലിയൊരു അടി വരെ നേരിടേണ്ടി വന്നത്. പോരാത്തിന് LPG-ക്ക് റേറ്റ് കൂട്ടി 80 രൂപ എക്സ്ട്രാ ആഡ് ചെയ്യില്ല. പോരാ മുന്നേ എങ്ങനെയാന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ ആക്കണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ തോന്നുന്ന പോലെ ഇപ്പൊ ഇന്ന് ഓർഡർ ചെയ്താൽ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് കിട്ടുമായിരുന്നു. ആണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി ഓർഡർ ചെയ്ത് കിട്ടും. ഇപ്പൊ അങ്ങനെയല്ല. ഒരു ഓർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 to 28 ഡേയ്സ് കഴിഞ്ഞാലാണ്. 28 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു സിലിണ്ടർ ഇപ്പോൾ ഇനി തൊട്ട് ഡെലിവേർഡ് ആവാൻ പോകുന്ന. അതായത് പഴയ ഒരു നോർമൽ കണ്ടീഷനിലേക്ക് വരുന്നവരെ 25 to 30 ഡേയ്സിനുള്ളിലാണ് ഇനിയിപ്പോ
ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തും ബുദ്ധിമുട്ടാന്ന് വെച്ച് കഴിഞ്ഞാ എന്താ പറയാ, അത് ബുദ്ധിമുട്ടല്ലേ. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇൻ കേസിന് നമുക്ക് ഇനിയിപ്പോ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം തന്നെ ഇപ്പൊ ഒരു ഡിലേ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവരുടെ ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടർ കൊടുത്ത് മാറ്റിയെടുക്കാറുണ്ട്. ഇനിയിപ്പൊ അതിനും ഓപ്ഷൻ ഇല്ല, സാധനം കിട്ടില്ല, സാധനം കിട്ടാനില്ല. അതൊന്നും പക്ഷെ പാനിക് ആവേണ്ട ഇഷ്യൂസ്, നമുക്ക് ഓൾട്ടർനേറ്റീവ് ഐറ്റംസ് ഉണ്ട് നമ്മുടെ സോഴ്സ് ആയിട്ട്. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ പുറത്ത് മറ്റേ അടുപ്പുള്ളവർക്ക് വിറകടുപ്പ് യൂസ് ചെയ്യാം, വിറകടുപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഇലക്ട്രിക് സ്റ്റോവ്സ്. അത് ഇൻഡക്ഷൻ കുക്കർ അതും പ്രശ്നം പറഞ്ഞുതരാം. ബയോഗ്യാസസ് ഉണ്ട്. അത് പക്ഷെ ബയോഗ്യാസസ് എല്ലാ വീടുകളിലും ഇല്ലല്ലോ. പക്ഷെ ഹോട്ടലുകൾക്ക് ഇത് നിർബന്ധമാക്കാമായിരുന്നു, കാരണം ഹോട്ടലിൽ ഒരുപാട് വേസ്റ്റ് വരുന്നതാണ്, ബയോഗ്യാസസ് ഇഷ്ടംപോലെ വരുന്നതാണ്. വേണമായിരുന്നു എന്ന് അവർക്ക് വെക്കായിരുന്നു, കാരണം അത് അവരുടെ ഒരു ഫോൾട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ബയോഗ്യാസ് ഇത് വെറുതെ ഇവർ അവിടെ ഇവിടെയും കൊണ്ട് കളയുന്ന, അല്ലെങ്കിൽ ഹോട്ടലൊക്കെ ബയോഗ്യാസ് വലിയ വലിയ പ്ലാന്റ് ഒക്കെ വേണ്ടി വേണം. മണ്ണിനടി, അതായത് മണ്ണിനടിയിൽ വെക്കുന്ന ബയോഗ്യാസസ് ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ഫാമിങ്, ഇപ്പൊ ഒരു പശു ഫാം, പന്നി ഫാം, അങ്ങനെയുള്ളടത്ത് ഇതിപ്പോ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നുണ്ട്. അതായത് മണ്ണിനടിയിൽ ബയോഗ്യാസ് പോലെ വെച്ച് അവരുടെ വേസ്റ്റ് അതിൽ ശേഖരിച്ച് അതിന്ന് ഗ്യാസ് ഉണ്ടാക്കിയിട്ട് അത് ഗ്യാസ് യൂസ് ചെയ്യാം. അതേപോലെ ഇത് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റും മണ്ണിനടിയിൽ. അത് എല്ലാവർക്കും പോസിബിൾ ആണല്ലോ. ഹോട്ടലിൽ പണിയുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടലിന്റെ ബാക്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ, ഇപ്പൊ എന്റെ വീട്ടിലുണ്ടായിരുന്നു ആദ്യം, കാരണം പശു ഫാം ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വേസ്റ്റ് നമുക്ക് ചുമ്മാ അപ്പൊ ഈ അവിടെ ഇവിടെയും കൊണ്ട് ഡംപ് ചെയ്യുന്നതിനേക്കാളും പകരം ഇതൊരു യൂസ്ഫുൾ ആയിട്ട് ബയോഗ്യാസ് സിസ്റ്റത്തിലേക്ക് മാറ്റായിരുന്നു. അതൊരു ഫോൾട്ടായി മാറി. പക്ഷെ അതിപ്പോ ഇനിയിപ്പോ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോ കുറെ ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഇനിയിപ്പോ എന്താ വെച്ചാൽ വാർ എന്നൊക്കെ പറഞ്ഞത് വാർ ലൈക്ക് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇനിയും വാർ സിറ്റുവേഷൻസ് ഇനിയും ഉണ്ടായിക്കൊണ്ടേ വരും. ഓരോ കോൺഫ്ലിക്ട്സ് ഇങ്ങനെ വരുന്നതോറും ഇതുപോലെ ഓരോ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോ ഇനിയും ടൈറ്റ് ആവും. ആക്ച്വലി നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റീവ് കൺട്രി അല്ല, കൂടുതൽ കൺസ്യൂമബിൾ കൺട്രിയാണ്. കാരണം ഒരു മോസ്റ്റ്ലി മെജോറിറ്റി നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാന്നുള്ളൊരു സെറ്റപ്പാണ്. അതായത് ഇപ്പൊ പെട്രോളിയം തൊട്ട് പെട്രോളിയം മിക്ക സാധനങ്ങളും മിക്ക ഐറ്റംസ് പുറത്തുനിന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടി നമുക്ക് കുറവാണ്, ഭയങ്കര കുറവാണ്. ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് കുറവാണ്, മെജോറിറ്റി കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അധികം നമ്മൾ ഇമ്പോർട്ട് കൂടുതലാണ്, ഇമ്പോർട്ടാണ് കൂടുതൽ. സോ അത് നോക്കി നോക്കുമ്പോൾ നമുക്ക് ഇനിയും മറ്റു ഈ ഒരു സിറ്റുവേഷൻ ഇനിയും വരാം. ഇപ്പൊ ജനങ്ങൾ പാനിക് ആവുന്നത് എന്താണ്, മുന്നേ നമുക്ക് കൊറോണ അതൊരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്തു, പോരാത്തിന് ഇപ്പൊ ഹാൻഡിൽ ചെയ്തു. പിന്നെ ഇത് പ്രളയം, അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് ഇന്ത്യ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് അന്നും നമ്മൾ ഫേസ് ചെയ്ത കാര്യങ്ങളാണ് ഫുഡ്, LPG, ഇങ്ങനത്തെ ഐറ്റംസ്. ഏത് നമുക്ക് ആ സമയത്താണ് ഇത്ര ലഭ്യതക്കുറവിന്റെ പ്രശ്നം വന്നിട്ടില്ല. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ പോയി വാങ്ങാനുള്ള സെറ്റപ്പ് കുറവ്. എന്നാലും സാധനം ഉണ്ടായിരുന്നു, ഇപ്പൊ സാധനം കിട്ടാതെ വരുമ്പോ അവര് അവിടെയാണ് കോമൺ പീപ്പിൾ അല്ലേ, അവരുടെ മനസ്സിൽ പോകുന്നത് കിട്ടാതെ. പിന്നെ കുറെ ഇപ്പൊ ന്യൂസിലൊക്കെ ഈ LPG കിട്ടാനില്ല, അതായത് പെട്രോൾ കിട്ടാനില്ല. ഇപ്പൊ ഒരാവശ്യമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും വീട്ടിൽ കിടക്കണ വണ്ടി എടുക്കുക, നേരെ പോവുക, ഫുൾ ടാങ്ക് അടിച്ച് അതിന് അങ്ങനെ ജസ്റ്റ് വെറുതെ അത്രയും നമ്മൾ പാനിക് ആവേണ്ട ഒരു പാനിക് ലൈക്ക് സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. കോയമ്പത്തൂരിലെ ഏതൊരു വീഡിയോ ഒരു വലിയ കോളീസ് കാറിൽ ഫുള്ള് മറ്റേ വാട്ടർ ക്യാൻ ഇല്ല നമ്മുടെ, അത് ഫുള്ള് കൊണ്ടുവന്നിട്ട് ഇത് ഡേഞ്ചറസ് ആണ്. ഇങ്ങനെ ഇതാക്കുമ്പോ എന്താ വെച്ചാൽ ഇത്രയും പെട്രോളിയം പ്രൊഡക്ട്സ് നമ്മൾ വീട്ടില് സ്റ്റോർ ചെയ്യുമ്പോൾ അതൊരു ഡേഞ്ചറാണ്. ഇതുപോലെ മേടിച്ചു കൂട്ടുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടാതെ വരും. അപ്പോഴാണ് ശരിക്കും ആവശ്യമുള്ളവർ കിട്ടാതെ വരുന്ന പ്രശ്നം വരും. എല്ലാരും കൂടി പോയിട്ട് പമ്പിൽ പോയിട്ട് ഇതുപോലെ മറ്റേ ലോറിയിലും കന്നാസിലൊക്കെ പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും കൂടി കിട്ടാതെ. ഇത് ലഭ്യത നമുക്ക് ആവശ്യമുള്ള സാധനം കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം എന്ന് വെച്ച് ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇത് ഫ്ലെയിമബിൾ ആണ്, ഒരു ഇഞ്ചുറീസ് ഹെൽത്ത് ആണ്, ഇത് സാധനം ഇഞ്ചുറീസ് ആക്കും. അത് ചിന്തിക്കുന്നില്ല ആൾക്കാര്. ഇപ്പൊ ഞാൻ പോയൊരു ക്യാൻവാസും കൂടി പോയി വാങ്ങിച്ചു, നീ അത് കണ്ടു വെക്കുക. അപ്പൊ ഓക്കെ, അങ്ങനെ 10 പേര് കാണിക്കുമ്പോ അടുത്ത 10 പേരും കൂടി വരും. അപ്പൊ ഇത് ഫുള്ളി പാനിക്കിങ് ആക്കുക, എവരിത്തിങ് കണക്റ്റഡ് ആക്കും. ഈ ജനങ്ങളെ ചുമ്മാ പാനിക് ആക്കി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ്. അത് കൊറോണയുടെ സമയത്ത് ഫുഡിന് എന്തായിരുന്നു, അതായത് ഒന്നും കിട്ടില്ല. അതായത് പുറം രാജ്യങ്ങളിൽ ടോയ്ലറ്റ് പേപ്പറൊക്കെ എന്തോരം ഒരു ട്രോളി നിറച്ച് ടോയ്ലറ്റ് പേപ്പറും കാര്യങ്ങളും മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു പാനിക് ലൈക്ക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടാതെ, ഒരാളുടെ മാത്രം കുന്നുപോലെ മറ്റവന് കിട്ടാതെ. പിന്നെ അങ്ങനെ കൂടി കഴിയുമ്പോൾ പിന്നെ ബ്ലാക്കിന് വിൽക്കലാവും.
അതെ ബ്ലാക്കിൽ വിൽക്കാൻ തുടങ്ങും. പെട്രോൾ ഇപ്പൊ അല്ലെങ്കിൽ പെട്രോൾ കാര്യങ്ങൾ ഇപ്പൊ LPG ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബ്ലാക്കിന് കൊടുക്കണവരുണ്ടോ 1000 ഗ്യാസ് 2000 ഇപ്പൊ 1-2 കുറ്റി കൂടുതൽ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയും എന്തെങ്കിലും മാർഗത്തിലൂടെ അവരുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്കിന് കൊടുക്കാം. അതൊരു പ്രശ്നമാക്കും. അപ്പൊ ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് ആളുടെ ഒരു ശരീരങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ എക്സ്ട്രാ കൊടുത്തിട്ട് മേടിക്കേണ്ട ഒരു സിറ്റുവേഷനും കൂടി വരും. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൊടുക്കുന്നതിനെ പിടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ അതോറിറ്റീസും ഗവൺമെന്റ് ഇതിൽ ചെയ്യേണ്ടത് ഈ പാനിക് സിറ്റുവേഷൻ ഒഴിവാക്കുക. പിന്നെ അതേപോലെ തന്നെ അതിന് മേജറായി ഇപ്പൊ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേജർ ഒരു സംഭവം ന്യൂസിൽ അനാവശ്യമായിട്ട് ആൾക്കാരെ പാനിക് ആക്കണുണ്ട് അവര്. കാരണം ഇന്ന് ഒരു 24-ലാന്ന് തോന്നുന്നു, 24 റിപ്പോർട്ട് അങ്ങനെ 1-2 ചാനലുകളുണ്ട്. അവരിലാണ് മറ്റേ ഫുഡ് വിറകടുപ്പിലേക്ക് മാറി, അങ്ങനെയാണ് ഫുഡ് ലഭ്യത കുറഞ്ഞു, ഇന്ത്യൻ കോഫീസ് പൂട്ടാനുള്ള നിലയിലേക്ക് മാറി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അടിച്ചങ്ങ് വിടുക. ഇത് ഒരു ഗ്യാസ് കണക്ഷൻ ഇല്ല എന്ന് വരുമ്പോഴത്തേനും പൂട്ടാനുള്ള സിറ്റുവേഷനിലേക്ക് മാറുന്ന അല്ല അവര് അടുത്ത വഴിയല്ലേ നോക്കുള്ളൂ. അതെ, ഒരു ബിസിനസ് നോക്കില്ല, അവരടുത്ത വഴി നോക്കില്ലല്ലോ. ഇപ്പൊ നീ ഒരു ഹോട്ടൽ നടത്തുവാണെങ്കിൽ നിനക്ക് അങ്ങനെ ഒരു ലഭ്യത കുറവുണ്ടെങ്കിൽ നീ അടുത്ത സോഴ്സ് നോക്കും, അതിന് ഓൾട്ടർനേറ്റീവ് സോഴ്സ് നോക്കും തൽക്കാലത്തേക്ക്. അതാണ് വരുന്നത്. അല്ലെ ചുമ്മാ ന്യൂസ് കേട്ട് അല്ലെങ്കിൽ ന്യൂസിലേക്ക് അവര് ഡിപ്പെൻസ് ആയിട്ട് ഇങ്ങനെ ഓരോരുത്തരെ പ്രൊഡക്റ്റ് ചെയ്ത് അങ്ങനെ എന്നും പറഞ്ഞിട്ട് നമ്മള് പാനിക്കായി വെറുതെ ഈ ഉള്ള സാധനത്തിന്റെ മൂല്യം ഇരട്ടിപ്പിക്കുകയാണ്. അതെ, ആവശ്യമില്ലാതെ ഉള്ള അതിന്റെ വാല്യൂ അങ്ങോട്ട് കൂട്ടാണ്. ഭയങ്കരമായിട്ടുള്ള പ്രൈസ് ചേഞ്ചിങ് വരില്ല എന്നുള്ളത് ഓൾറെഡി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗവൺമെന്റ് ഒരു ഓൾട്ടർനേറ്റീവ് നോക്കുന്നുണ്ട്. കാനഡ അങ്ങനെ 1-2 രാജ്യത്തുനിന്ന് LPG സെപ്പറേറ്റ് കൊണ്ടുവരാൻ കാര്യങ്ങൾ നോക്കുന്നു. ഇപ്പൊ കുറച്ചു നേരത്തെ ഒരു ന്യൂസ് ചാനലില് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അതായത് ഒരു 4 കപ്പലോളം അവിടുന്ന് ഈ ഹോർമസ് ആ സംഭവം ആ റൂട്ടിൽ കൂടെ 4 കപ്പലോളം എന്തോ ക്ലിയർ ആയിട്ടുണ്ട്. ആ കപ്പല് നാളെ വന്നു കഴിഞ്ഞാൽ താൽക്കാലിക പരിഹാരം ഉണ്ടാവും. അതിനുശേഷം ഈ വാർലൈഫ് സിറ്റുവേഷൻ, അതുപോലെ തന്നെ ട്രംപ് ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ നൈറ്റ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, വാർ അധികം വല്ലാതെ മുന്നോട്ട് പോകത്തില്ല, ഒരു എന്താ പറയാ ഒരു ക്ലോഷറിലേക്ക് അത് എത്തും എന്നുള്ള രീതിയിൽ ട്രംപ് ട്വീറ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ട്രംപിന്റെ കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി പറയും വാറില്ല, നാളെ രാത്രി പറയും ഇന്നാണ് വാർ, നാളെ വെളുപ്പിനെ മിസൈല്. ഭ്രാന്തനാണ്. ഇന്ന് വേണമല്ല നാളെ പറയാം, നാളെ പറഞ്ഞല്ല മറ്റന്നാള്. കൊറിയൻ പുള്ളിയില്ലേ, പുള്ളിയുടെ അങ്ങനത്തെ ഒരു മീം പോലെ കണ്ടിട്ട് പുള്ളിനെ ഇന്ത്യക്കാര് ഒരുപാട് ട്രോളുന്നുണ്ട്. പുള്ളിനെ പകരമായിട്ട് ഞാൻ മിസൈൽ അയച്ചു തരട്ടെ. മൂപ്പരാളുടെ ട്രോള് കൊറേ കാണാണ്ട്. മൂപ്പരാളുടെ കുറെ ടോയ്സ് ഉണ്ട്, പക്ഷെ മൂപ്പരാളുടെ കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഡിപ്രഷൻ അടിച്ചിരിക്കുക. നല്ല രസാ വാറി പറയണതൊക്കെ തന്നെ ഉള്ളു. ഇത് ഇപ്പം എന്താ പറയാ, അവിടെ വാറ് ഇവിടെ വാറ് എന്ന് പറയുമ്പോൾ തന്നെ ഇതൊക്കെയാ സിറ്റുവേഷൻസ്. ആക്ച്വലി ഇപ്പൊ നോക്കുമ്പോ ഇന്ത്യയിലെ ആൾക്കാര് മെജോറിറ്റി ആൾക്കാർ പാനിക് ആയിരുന്നു. കാരണം ഗൾഫ് കൺട്രീസിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ആൾക്കാർ അധികം ബോധേഡ് അല്ലായിരുന്നു. ബോധേഡ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഗൾഫ് കൺട്രി ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലത്തെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഒരാളെങ്കിലും ഒരു മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരിക്കും. പക്ഷെ അവര് സേഫ് ആണ് എന്നുള്ള രീതിയിൽ അപ്പൊ നമ്മളധികം. പക്ഷെ ഇങ്ങനെയുള്ള ഐറ്റംസ് വരില്ലേ, LPG സ്റ്റോപ്പ് ആവുന്നു അല്ലെങ്കിൽ ഫ്യൂവല് ബ്രേക്ക് ആവുന്നു, അങ്ങനെയുള്ള സമയം അപ്പം കൂടുതൽ പാനിക്കായി തുടങ്ങി നമ്മള്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ ഡെഡ്, അവിടുത്തെ മാർക്കറ്റ് കാര്യങ്ങളോ ഡെഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിനൊക്കെ സംബന്ധിച്ചോളം അവിടുത്തെ അതായത് ഒരു മിഡിൽ ഈസ്റ്റ് വരുന്ന കാശ് വെച്ചിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. മെജോറിറ്റി അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന പൈസയാണ്. അതൊക്കെ സ്റ്റോപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്കോണമിയിൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകത്തില്ലേ. ഡൗൺ ആവുന്ന മാത്രമല്ല, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണ്. ഇപ്പോൾ LPG സ്റ്റോപ്പായി, ഫ്യൂവലിന് ലഭ്യത കുറഞ്ഞു. അപ്പൊ ഫ്യൂവലിന് ലഭ്യത കുറയുമ്പോൾ ട്രാൻസ്പോർട്ടിങ് ഇഷ്യൂസ് വരും, സാധനങ്ങൾക്ക് വില കൂടും, അപ്പൊ ഫുഡിന് വില കൂടും. അതായത് ഇപ്പൊ ഫ്യൂവൽ കിട്ടാതായിട്ട് ഇതുപോലെ തന്നെ ഫ്യൂവലിന് ചിലപ്പോൾ ഒരു 5-6 രൂപ എക്സ്ട്രാ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ട്രാൻസ്പോർട്ടേഷന്റെ കോസ്റ്റ് കൂടി, പിന്നെ ഫുഡ്, അപ്പൊ ഈ ഫുഡ് പിന്നെ പ്രൊഡക്ഷൻ റേറ്റ് കൂടുമ്പോ അത് കൊടുക്കുന്ന ആൾക്കാർക്ക് കിട്ടും. അപ്പൊ ഇത് സർക്കിളാ, മൊത്തത്തിൽ സാധനങ്ങൾക്ക് വില കൂടി വരും. അതായത് പെട്രോളിന് ഇപ്പൊ 1 രൂപ കൂടി കഴിഞ്ഞാൽ ആ 1 രൂപ സ്പ്ലിറ്റ് ചെയ്ത് പല പല സാധനങ്ങൾക്ക് വീണ്ടും അത് വരും. അങ്ങനെ വരുവാണെങ്കിൽ തന്നെ ഇപ്പൊ പറഞ്ഞ സ്വർണ്ണത്തിനേക്കാളും വില കൂടാനുള്ള ചാൻസസ് ഉള്ള സാധനങ്ങളാണ് ഫ്യൂവലും ഇത് ഐറ്റംസ്. കൂടാൻ ചാൻസ് മീൻസ് അങ്ങനത്തെ മൂല്യം വരുന്ന സാധനങ്ങളാണ്. 1,00,000 ചില്ലാൻ്റെ കൊടുത്തിട്ട് ഫ്യൂവല് വാങ്ങുക എന്നല്ല ഞാൻ പറഞ്ഞത്. മീൻസ് അതിനേക്കാൾ മൂല്യം കൂടും. കാരണം ഇപ്പൊ 100-100 ചില്ലാൻ്റെ കൊടുത്ത് 1 ലിറ്റർ വാങ്ങുന്നത്
200-300 കൊടുത്ത് വാങ്ങുന്ന ആലോചിച്ച് നോക്കി. ആ, ഒരു സാധാരണക്കാരന് ബ്ലാക്കിന് മേടിക്കുന്ന പോലെ ഒരു സാധാരണക്കാരന് പറ്റും അത് ഇല്ല. അപ്പൊ അവരത് നിർത്തും. അപ്പൊ അവർ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അവർ ഓട്ടോമാറ്റിക്കലി പൈസ കൂടും. അപ്പൊ അതും അവർക്ക് പറ്റാതെ മൊത്തത്തിൽ എക്കണോമിക്കലി തകരും. അതാണ് ഇത് വരാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ അവിടെ യുദ്ധം നടന്നാലും ഇൻഫ്ലേഷൻ വരും. അപ്പൊ അവിടെ നടന്നാലും നമുക്കത് ബാധകമാണ്. നമ്മളും അതിനൊരു എന്താ പറയാ ഒരു പാർട്ടാണ്. ഇരയായി മാറും. ഇന്ത്യക്കാര് ഇരയായി മാറുന്ന സിസ്റ്റമാണ് വരാൻ പോകുന്നത്. നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പ്രൊഡക്ഷൻ കുറവാണ്. ഇല്ലാന്നല്ല, കുറവാണ്. പക്ഷെ കപ്പാസിറ്റി ഇന്ത്യക്ക് ഉണ്ട്. 30%, 20% മാത്രമാണ് പ്രൊഡക്ഷൻ വരുന്നുള്ളൂ. ഇപ്പൊ ഫ്യൂവലിന്റെ കേസല്ല, അതൊന്നും നമുക്ക് ഇവിടെ കിട്ടാൻ പറ്റില്ല. ബാക്കിയുള്ള ഐറ്റംസിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് പകുതി. ഇപ്പൊ LPG അതിന് ഓൾട്ടർനേറ്റീവ് ആയ സാധനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിന് പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. പക്ഷെ എന്തുകൊണ്ട് ഗവൺമെന്റ് അതിനൊരു വഴി കണ്ടുപിടിക്കുന്നില്ല? കൂടുതലും പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളും കാര്യങ്ങളും അവർക്ക് ഇപ്പോഴും അതായത് പണ്ട് ഇപ്പൊ ഇതുപോലെ LPG ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റ് ഒക്കെ മോദി ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പ്രൊജക്ട് ഇപ്പോഴും സ്റ്റാർട്ട് ഇല്ല. അതായത് ലാൻഡ് അക്വസിഷൻ പോലും കറക്റ്റ് ആയിട്ട് ആ ലാൻഡ് അക്വസിഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രൊജക്ട് അവിടെ സ്റ്റെക്കായി. പിന്നെ അതിനൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. അതെന്തോ ഇതുപോലെ തന്നെ ഇത്ര പെർസെന്റേജ് ഈ കൺസ്യൂമിങ് കുറച്ചിട്ട് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാന്നുള്ളൊരു പദ്ധതിയൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഗ്യാസസിന്റെ കാര്യത്തിനൊക്കെ വന്നിരുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അതിപ്പോ സ്റ്റെക്കാണ്. അത് നമ്മളിപ്പോ പാനിക് ആവുന്നത്. ഇപ്പൊ നമ്മള് രാവിലെ പോകുന്നു, ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിന് പോകുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു, തിരിച്ച് നമ്മൾ വരുന്നു, നമുക്കിത് അറിയാം. നമുക്ക് വൈകുന്നേരം വന്ന് ഗ്യാസ് ഓണാക്കി കത്തിച്ചാൽ നമുക്കിത് ഭയങ്കര ഇഷ്യൂസ് വരും. വീട്ടിലെ പോരാളിക്ക് ഇത് ബാധകമല്ല. അവര് നോക്കുമ്പോ ഗ്യാസ് അല്ലേ പോട്ടെ, അടുത്ത മാർഗം ഉണ്ട്. അത് ചിലപ്പോ ചപ്പച്ചമ്മലിട്ട് കത്തിച്ച് അവര് സാധനം ഉണ്ടാക്കും. അവർക്ക് അതിന് അമ്മമാരെ എന്തെങ്കിലും വഴി ഉണ്ടാക്കും. ഇപ്പൊ പണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ മഴക്കാലത്തിന് മുന്നേ ഇങ്ങനെ വെക്കൂന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മഴക്കാലത്ത് ഒരു കൊല്ലത്തേക്കുള്ള വിറകും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. അടുത്ത മഴക്കാലം വരുന്ന വേനൽക്കാലം പോരാളിയുടെ വീട്ടില് വീട്ടിലുണ്ട്. ഉണ്ട്. പക്ഷെ അത് മോശമാണെന്നല്ല, അത് നല്ല വേയാണ്. കാരണം LPG അങ്ങനെ സ്റ്റോർ ചെയ്യുന്നവർക്ക് ഇപ്പോ സെറ്റാണ്. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാർക്ക് ഓക്കെ, പൈസ കൊടുത്ത് വാങ്ങേണ്ട സിറ്റുവേഷൻ ഇല്ല അവിടെ വിറക് എന്നുള്ള സംഭവം. ഇപ്പൊ ഹോട്ടലുകാർക്കാണെങ്കിൽ ഇത് പൈസ കൊടുത്ത് വാങ്ങേണ്ട സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പൊ അതാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഇതൊരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ ആണ്. ഇഷ്യൂ അല്ല എന്ന് വെച്ചാൽ ഇഷ്യൂ അല്ല. അങ്ങനെയും കരുതാം. ഉറച്ചു നിൽക്കാൻ ചുമ്മാ പാനിക് ആവേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതെ, കാരണം അതിന് ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് നമുക്കുണ്ട്, ഓൾട്ടർനേറ്റീവ് ഐറ്റംസ് നമുക്കുണ്ട്. അതിലേക്ക് മാറാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഹോട്ടലുകാർ പറയുന്ന അല്ല ന്യൂസുകാർ പറയുന്ന പോലെ ഹോട്ടലിൽ അടച്ചുപൂട്ടി അങ്ങനെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അല്ല, ബാംഗ്ലൂരും കർണാടകയിലൊക്കെ അവിടെ കുറെ ഹോട്ടൽസ് ഇപ്പോ കാരണം അവർക്ക് വേറെ കിട്ടാനില്ലെന്ന് തോന്നുന്നു. PG പിന്നെയും കുറെ PGസിലെ സ്റ്റുഡൻസ് അവര് തന്നെ ഈ വിറകും കാര്യങ്ങൾ ഇവിടെ നിന്നൊക്കെ സോഴ്സ് ചെയ്തിട്ട് അവര് രാത്രി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ, ചൈനീസ് ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നത് അവർക്ക് ഹൈ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഇത് വേണം, ഗ്യാസ് സ്റ്റൗസും കാര്യങ്ങളും വേണം ചൈനീസ് ഫുഡ്. കാരണം അത്രയും തീതുണ്ടെങ്കിൽ മാത്രമേ ചൈനീസ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട്. അത് ഈ വിറകടുപ്പിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റത്തില്ല. കാരണം അതിന് അതിൻ്റെതായ ഡിഫറൻസസ് വരും, ഫുഡിൽ ടേസ്റ്റസ് വരും, അങ്ങനെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അടച്ചു പൂട്ടുക എന്നുള്ളത്, താൽക്കാലത്തേക്ക് അടച്ചു പൂട്ടിയിടുക എന്നുള്ള ഓപ്ഷൻ ആണ്. അടച്ചു കൂട്ടണ ടെമ്പററി പ്രോബ്ലം മാത്രമാണ് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണെങ്കിലും എല്ലാവരും പറയുന്നത്. അതിന് അവർക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ടുള്ള കാരണം ഈ ഞാൻ പറഞ്ഞില്ല വേറെ 1-2 കൺട്രീസ് ഇറക്കാൻ നോക്കുന്നുണ്ട്. അതിന് ഇറക്കാൻ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കൂടിയ എമൗണ്ട് LPGക്ക് കൂടിയ എമൗണ്ട് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അത് വേറെ കൺട്രീസ് നടക്കുമ്പോ റഷ്യ നല്ലപോലെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. പക്ഷെ പെട്രോളിയം അങ്ങനെയുള്ള കാര്യത്തിൽ പ്രൊഡക്ഷൻ ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. LPG കാനഡ, ഓസ്ട്രേലിയ അങ്ങനെ ഏതൊക്കെയോ കൺട്രീസ് ആണ് ഞാൻ കണ്ടത് ഫോണിൽ കഴിഞ്ഞിട്ട്. നമുക്ക് ഏറ്റവും എളുപ്പം മിഡിൽ ഈസ്റ്റ് ആണ്. അതെ, ഞാനിപ്പോ ഗ്രാഫ് നോക്കിയപ്പോൾ 90% ഗൾഫ് കൺട്രീസ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ US അങ്ങനെ 1-2 കൺട്രീസ് അതേഴ്സിലും, പിന്നെ വേറെ ഒന്ന് സ്റ്റേജ് 2 എന്ന് പറഞ്ഞൊരു കൺട്രീസ് മൈന്യൂട്ട് ആയത് 12% ആണ് വേറെ അതേഴ്സിൽ വരുന്നത്. 10-12% അതേഴ്സിൽ വരുന്നത്. ബാക്കി മൊത്തം ഗൾഫ് കൺട്രീസ് ആണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. കാരണം അവിടെയാണ് കൂടുതൽ സാധനം ഉള്ളത്. പ്രൊഡക്ഷൻ എന്താ പറയാ, മണല് മാറ്റിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ കിട്ടും, അത് കിട്ടും,
ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ LPG ഇഷ്യൂ ഒക്കെ വരുന്നതിന് മുന്നേ ഇന്ത്യയിൽ ഫുൾ റിസർവ്ഡ് ആണ്. ഒരു കുറച്ച് പക്ഷെ ഒരിടയ്ക്ക് ഒരു കാലത്ത് പഠനം പറഞ്ഞായിരുന്നു, പിന്നെ പെട്ടെന്ന് ആകെ LPG കിട്ടാനില്ല, ആകെ ബഹളം തങ്ങി. പക്ഷെ ഒരിടയ്ക്ക് പഠനം പറഞ്ഞായിരുന്നു ഇന്ത്യയിലും മറ്റേ ക്രൂഡ് ഓയിലിനുള്ള സോഴ്സസ് ഉണ്ട് പല സ്ഥലത്തും, അത് കണ്ടുപിടിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു പഠനം. പറഞ്ഞാൽ അപ്പോൾ ഒരു അമേരിക്ക കൂടിയും പിടിച്ചിട്ട് ഒരു മോദി ഈസ് മൈ ഫ്രണ്ട് കമോൺ എന്ന് പറഞ്ഞിട്ട് വരും. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ മോദി ഈസ് മൈ ഫ്രണ്ട്. ഇപ്പൊ മോദിയുടെ ഇത് കണ്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയില് വന്നിട്ടുണ്ടായിരുന്നു, അറിഞ്ഞില്ല? നീ കിടപ്പായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം? മോദിയിൽ വന്നിട്ടുണ്ടായിരുന്നു. എലക്ഷൻ 5 വർഷം ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ കാണിച്ചു തരാം എന്നാണ് പുള്ളി പറഞ്ഞത്. സുരേഷ് ഗോപിനെ കൊണ്ടുവരുത്തി എന്റെ തൃശ്ശൂർക്കാർക്ക് ഇപ്പോഴും ചെയ്യണം മാറിയിട്ടില്ല. അപ്പോളിനി അടുത്ത പോക്കിമോനെയും പിടിച്ചു വരാണ്ടായി. ഭഗവാനെ, അയ്യോ പോക്കിമോനല്ലേ പുള്ളി എന്താ പറഞ്ഞേ? പിക്കാച്ചല്ലോ എന്തോ സാധനം പറഞ്ഞു. പുള്ളിയുടെ വായന്ന് പുള്ളി വലിയല്ലേ വരുള്ളൂ. പക്ഷെ ജനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക ആര് വോട്ടിങ്ങിൽ, അവരവർക്ക് തോന്നുന്നത് ചെയ്യുക. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പ്രീസ്റ്റുകൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക. അവരാണ് അധികവും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഈ പള്ളിയിൽ ഇരുന്നിട്ട് പറയണ പള്ളിയിൽ പ്രസംഗത്തിൽ കൂടെ ഇൻഫ്ലുവൻസ്ഡ് ആക്കും ആൾക്കാരെ, വോട്ട് കൊടുക്കൂട്ടോ എന്നുള്ള രീതിയിൽ അങ്ങ് ഇൻഫ്ലുവൻസ്ഡ് ആക്കും. അങ്ങനെ ചെയ്യാതിരിക്കുക. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് വേണം എന്നുള്ള ജനങ്ങൾ തീരുമാനിച്ച് വോട്ട് ചെയ്യട്ടെ. അല്ലാതെ ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്ത് വോട്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നണില്ല അതിൽ. സോ അങ്ങനെ അതാണ് വാറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊറേയൊക്കെ പൊട്ടിക്കലൊന്നും ലേശം ചെറിയൊരു കുറഞ്ഞു തോന്നുന്നു. പക്ഷെ ഖത്തറിലൊക്കെ ഒരു 2 days ബിഫോർ ഒക്കെ നല്ല പൊട്ടിയില്. ഞാനൊരു ഒരാളുടെ ഒരു വ്ളോഗറാണ്, പുള്ളിയുടെ ഒരു വീഡിയോ രാവിലെ എന്നിട്ട് മറ്റേ ഡെയിലി വ്ളോഗ് ചെയ്ത് പുള്ളി ഒരു സൗണ്ട് കേട്ടോ ഇപ്പൊ പൊട്ടി പറഞ്ഞ് പുള്ളി കാണിക്ക പൊട്ടിച്ചു നാറികള് എന്നിട്ട് പുള്ളി ഇങ്ങനെ ഇറങ്ങുമ്പോ മേളിലേക്കൊക്കെ നോക്കിയിട്ട് കൺട്രോൾ ആയി എന്ന് പറയുന്നുണ്ട്. കുറഞ്ഞു തുടങ്ങി മുന്നത്തെ അത്ര ഇല്ല, കുറഞ്ഞു തുടങ്ങി. പക്ഷെ എന്നാലും US ക്യാമ്പുകളും അതുള്ളടത്തൊക്കെയാണ് അധികം ടാർഗറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ അത് നോക്കുമ്പോൾ കുറവാണ്, കുറഞ്ഞു തുടങ്ങി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പാനിക് ആവേണ്ട ആവശ്യമില്ല. അതിന്റെ ഈ പറഞ്ഞ പോലെ ചുമ്മാ എന്താ ഓടിച്ചെന്ന സാധനങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടും കാര്യമില്ല. വെറുതെ കുറെ മേടിച്ചു കൂട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ആവും. വെറുതെ ക്രിയേറ്റ് ആവും. വെറുതെ ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ആയിട്ട് പിന്നെ നമുക്ക് തന്നെ മേടിക്കണമെന്നുണ്ടെങ്കിൽ കാശ് കൂടും. അതെ, അതാണ് അത്. കുറെ ഇപ്പൊ ഒരു എന്താ പറയാ, വെറുതെ ഇങ്ങനെ കുറെ മേടിച്ചു കൂട്ടി നമ്മൾ പെരക്കാത്തോണ്ട് വെച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിപ്പോ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് എന്തായാലും ഒരു അലേർട്ട് പറയും. ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ഗവൺമെന്റ് ഇങ്ങനെ ഒരു പ്രശ്നം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഗവൺമെന്റ് പറ്റുന്നില്ലെങ്കിൽ അവരൊരു അലേർട്ട് എന്തായാലും പറയും, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ ആൾക്കാരോട് ബൈ ചെയ്ത് വെക്കാൻ പറയും, ഓക്കെ ബൈ ചെയ്ത് വെക്കണം, നിങ്ങൾ ഇങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ. അതെ, ഇതിപ്പോ ആകെ ഇത് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് ഇൻഡസ്ട്രിയൽ ബിസിനസ്സുകാർക്ക് മാത്രമാണ് ബാക്കിയുള്ളവർക്ക് കിട്ടും. അതായത് ഒരു ടൈമിംഗ് ഉണ്ട്, ഒരു 1 month തീരെ കിട്ടാണ്ടായി കഴിഞ്ഞാൽ ഈ 1 month എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടാനുള്ള ചാൻസസും ഉണ്ട്. അതും നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാ. കൂടാതെ ചാൻസസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ യുദ്ധം അവസാനിച്ചില്ല, ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ കുറവാ വരിക. സീ റൂട്ടല്ലേ മെയിൻ, ആ ഒരു ട്രേഡ് റൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയി പോകല്ലേ. അപ്പൊ പിന്നെ അത്രയും ലഭ്യത കുറവ് വരും. പിന്നെ ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷൻ ആവും, സാധനങ്ങൾക്കൊക്കെ വില കൂടും. ഇന്ത്യ മൊത്തത്തിൽ തകരാറാകും. അതെ, അതാണ്. അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയൊക്കെ ഇതുപോലെ കൺസ്യൂം അപ്പോഴും ടൈമിംഗ് ആണ്. ഒന്നാമത് നമ്മൾ ഗവൺമെന്റ് ടൈമിനനുസരിച്ച് ഒന്നും ചെയ്യത്തില്ല, എല്ലാം ലാഗിങ് ആവും. ഇപ്പൊ അതുപോലെ ഈ കണ്ടെത്താനുള്ള സോഴ്സസും ഇവര് കൊടുക്കാനുള്ള സോഴ്സും എല്ലാം വേണ്ടേ. ഒരു ടൈമിംഗ് കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനങ്ങളും അവര് പാനിക് ക്രിയേറ്റ് ചെയ്യും. പിന്നെ അത് ഗവൺമെന്റിന് നേരെ തിരിയും. അതിങ്ങനെ ഇഷ്യൂസും ഉണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ വരും. സോ അതിന് ഓൾട്ടർനേറ്റീവ് സിസ്റ്റം നമ്മൾ കണ്ടുവെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പൊ ഇപ്പൊ നമുക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഉണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഓക്കെ ഗ്യാസ് ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത് വീട്ടിലോട്ട് പോകും, വിറകിലേക്ക് മാറും, അങ്ങനെ ആരെങ്കിലും ബയോഗ്യാസ് സിസ്റ്റത്തിലേക്ക് മാറും. അങ്ങനെ ഓരോ ഇതുണ്ട്. പിന്നെ ഇലക്ട്രിസിറ്റിനെ സംബന്ധിച്ച് പിന്നെ എല്ലാരും കൂടിയിട്ട് ഗ്യാസ് ഉണ്ടായി കഴിഞ്ഞാൽ നേരെ ഊട്ടി പോയിട്ട് കുറെ ഇഞ്ചക്ഷൻ അയ്യോ
ഇൻഡക്ഷൻ സ്റ്റവ് മേടിച്ച് കൂട്ടി ആദ്യത്തെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡക്ഷൻ സ്റ്റവ് എല്ലാ വീട്ടിലും അത്രയും കറണ്ട് വലിയ കൂടും. കറണ്ട് ബില്ല് കൂടും. കറണ്ട് ബില്ല് ഓട്ടോമാറ്റിക്കലി കൂടും. കഴിഞ്ഞ എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, കഴിഞ്ഞ വേനൽക്കാലത്തിലൊക്കെ എല്ലാ വീടുകളിലും നൈറ്റ് AC ഇടുകയാണെന്ന് പറഞ്ഞിട്ട് കുറെ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കലും ബഹളം ആകതായിരുന്നു. നമ്മളിപ്പോ വീടുകളിൽ ഇപ്പൊ എല്ലാ വീട്ടിലും ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ട് ചറവറ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കറല്ല ഇൻഡക്ഷൻ സ്റ്റവ് വെച്ചിട്ട് ഇതുപോലെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെങ്കിൽ മറ്റേ ഇലക്ട്രിക് സ്റ്റൗസ് അല്ലേ, അതല്ലാത്ത വലിയ വലിയ സാധനങ്ങളുണ്ട് ഇലക്ട്രിക് സ്റ്റൗസ് ഉണ്ട്, അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ വന്നു തുടങ്ങി. അതിലേക്ക് മാറും തോറും ഈ പറഞ്ഞ യൂസേജ് കൂടും, കറണ്ട് ചാർജ് ഒന്ന് കൂടും. പിന്നെ അതുപോലെ ഇപ്പൊ തന്നെ അതായത് കൺസ്യൂമേഴ്സിന്റെ അത്രയ്ക്കുള്ള ഒരു കപ്പാസിറ്റി KSE വഴി ഇതിനില്ല. എന്നിട്ട് ട്രാൻസ്ഫോമർ അത് ഇടയ്ക്കിടയ്ക്ക് മറ്റേ ട്രാൻസ്പോർട്ടർ കയറി വരും അതിൻ്റെ ഇടയിൽ വള്ളി പിടിക്കും. ട്രാൻസ്ഫോമറിന്റെ ഒരു കപ്പാസിറ്റി, അതായത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അതുപോലത്തെ സിറ്റുവേഷൻ അതായത് ഇത്രയും യൂസേജ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റിയിലുള്ള ട്രാൻസ്ഫോമേഴ്സ് അല്ല പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇരിക്കണേ. അതായത് ഒന്ന് രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിൽ വെച്ചിട്ട് നല്ല ചൂട് കൊടുക്കും, AC-യിലൊന്നും കിടക്കാൻ പറ്റണില്ല. ഇപ്പൊ തന്നെ ചൂടെടുത്തിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ പിന്നെ അടുത്ത പ്രശ്നം KCB-കാർക്കും പ്രശ്നമാവും, അവരും ചാർജ് കൂട്ടാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാത്തിലും പ്രശ്നങ്ങൾ വരും. ഇപ്പൊ ഒരു കോമൺ നമ്മൾ തന്നെ സാധാരണക്കാരാ, ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഈ ടൈമില് കറണ്ട് യൂസേജ് വരുമ്പോ ഇപ്പൊ തന്നെ ബില്ല് നല്ല എമൗണ്ട് ആയിരുന്നു. അതിന്റെ കൂടെ അഡീഷണൽ ഇതും കൂടി വന്നു കഴിയുമ്പോ ആലോചിച്ച് നോക്കി, ഇരട്ടി ബില്ലാവും. പിന്നെ ഇത് പിന്നെ നല്ല വലിയ വലിക്കുന്ന സാധനം എടാ, നമ്മൾ ഗ്യാസിൽ വയ്ക്കുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് കിട്ടേണ്ട സാധനം ഇൻഡക്ഷൻ സ്റ്റൗവിലേക്ക് മാറുമ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ എടുക്കും. ടൈം കൂടുതലെടുക്കും. അതായത് ഹൈ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ 1/2 മണിക്കൂർ, ഇപ്പൊ ഒരു 10 മിനിറ്റ് കിട്ടുന്ന സാധനം ഇവിടേക്ക് വരുമ്പോൾ 20 മിനിറ്റ് ആവും. എക്സ്ട്രാ 10 മിനിറ്റ് ഇവിടെ പോകും. ടെമ്പറേച്ചർ എത്ര കൂട്ടും? 200 ഡിഗ്രി ആയിട്ട് മാക്സിമം ഉള്ളൂ. 200 ഡിഗ്രിയിൽ പെട്ടെന്നാവൂ. നമ്മള് ചിക്കൻ ഇതിൽ വെക്കുമ്പോഴൊക്കെ ഭയങ്കര ടൈമാണ്. എയർ ഫ്രയറിൽ വെക്കുമ്പോൾ നല്ല ടൈമുണ്ട്. ഇപ്പൊ നമ്മൾ എയർ ഫ്രയറിൽ ഒരു ചിക്കൻ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റ് 25 മിനിറ്റ് ഇട്ടാലാണ് ഒന്ന് ഇതായി കിട്ടുന്നത്. അതെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ടൈം കൂടുതലാ, വലിക്കും, നല്ലോണം കറണ്ട് വലിക്കും. ഇപ്പൊ ഈ പറഞ്ഞ സോളാർ സിസ്റ്റം ഉള്ളവർക്കൊക്കെ ഓക്കെ ആണ്, പക്ഷെ എന്നാലും സോളാർ ഉണ്ടെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് സോളാർ നമുക്ക് യൂസ് ചെയ്യണല്ലോ. അല്ല, സോളാർ സിസ്റ്റം ഉള്ളവർക്കും ചെറിയൊരു വ്യത്യാസം വരുന്നു. ബില്ലിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ, ബില്ല് അതൊരു കൺസേൺ ആണ്. അതിന്റെ പുറമെ വെച്ച് കഴിഞ്ഞാൽ ഈ വലിക്കുമ്പോഴേ ഓവറായിട്ട് താങ്ങാനുള്ള കപ്പാസിറ്റി സാധനങ്ങളും ട്രാൻസ്ഫോമേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ KCB-യുടെ സിസ്റ്റത്തിൽ ഇല്ലല്ലോ. അപ്പൊ അതിന്റെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പൊട്ടാൻ, കഴിഞ്ഞ പ്രാവശ്യത്തിൽ തന്നെ കുറെ സാധനങ്ങൾ പൊട്ടിപ്പോയത് കുറെയൊക്കെ അവരെ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് കപ്പാസിറ്റി കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ എങ്ങനെ പോയാലും 3 റൂമിന് മിക്ക ഇപ്പോഴത്തെ വ്യത്യാസം വന്നിട്ടും 3 ഒരുപ്പിച്ചോണ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നല്ല വലിയ വലിക്കുന്നത്. അതുപോലെ 10 വീട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മര്യാദ വലിയ അതിനിടയിൽ കുക്കർ, ലൈറ്റ്, ബൾബ്, ഫാന്, മൊബൈൽ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, TV ആയി കഴിയുമ്പോൾ ജഗ പോക. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഫ്യൂവലിന്റെ ഒരു ഇത് വന്നു കഴിയുമ്പോൾ നേരെ EV-യിലേക്ക് ഒന്നും കൂടി കുതിപ്പ് വരും. EV-ലേക്ക് കുതിപ്പ് വരും. നമ്മുടെ അവിടെയൊക്കെ ഇപ്പൊ EV ഒക്കെ സെറ്റ് ആയി വരുന്നത്. നമ്മൾ EV എടുത്തില്ല, നമ്മൾ EV എടുത്തു. അല്ല, എടുക്കാത്തവരും കൂടി കുറച്ചൊന്നും പുഷ് EV-ലേക്ക് വന്നാൽ എനർജിയിലേക്ക് മാറണത് നല്ല പരിപാടിയാണ്. നല്ല പരിപാടിയാണ്, പക്ഷെ അത് കോട്ടില്ലാത്തവർക്ക് EV എടുത്തിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇപ്പോഴത്തെ ഒരു R&D ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വണ്ടികൾ ഇറങ്ങി തുടങ്ങിയല്ലോ. ഇപ്പൊ വലിയ കുഴപ്പമില്ല. അപ്പോഴാ R&Dക്ക് ഓർണ വണ്ടികൾക്കാണ് പിന്നെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞു തരുന്നത്. ലോങ് ടേം യൂസിൽ EV നമ്മളിപ്പോൾ പെട്രോൾ വണ്ടി, ഡീസൽ വണ്ടി ഒക്കെ യൂസ് ചെയ്യണ പോലെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇപ്പോൾ ബാറ്ററി മാറുക എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് അല്ലേ ഒരു ബാറ്ററിക്ക് വരുന്നത്. വണ്ടിയുടെ ഒരു 3/1 കോസ്റ്റൊക്കെ ബാറ്ററിക്ക് ഒക്കെ റീപ്ലേസ് ചെയ്യേണ്ട ഗതി വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് 8 ലക്ഷം രൂപയുടെ കാർ നമ്മൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വരുമ്പോൾ ബാറ്ററി മാറി വരുമ്പോൾ തന്നെ 2-3 ലക്ഷം രൂപയുടെ അടുത്ത് ബാറ്ററിക്ക് മാത്രം കോസ്റ്റ് വരും. ഒരു ചെറിയ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ, എക്സാക്ട് റേറ്റ് ആയിട്ട് പറഞ്ഞതല്ല. അത് ഓരോ വണ്ടിക്ക് ഓരോ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങള്. ചെറിയൊരു വീഡിയോ ആണ്. ചെറിയൊരു വീഡിയോ ആണ്. LPG കറണ്ട് ലൈക്ക് സിറ്റുവേഷൻസ് ഒക്കെ കൂട്ടിയിട്ട് ചെറിയ വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.